ഹോം മെയ്ഡ് മോയ്സ്ചറൈസറാണ് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. വീട്ടിൽ തന്നെ വളരെ സൂപ്പറായിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ. ഡ്രൈനെസ് ഒക്കെ മാറ്റി ബേബി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്കിന്നാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അത് എത്രത്തോളം ഡീപ്പായിട്ടുള്ള ഡ്രൈനെസ് ആണെങ്കിലും ശരി, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ ചുളിവുകളൊക്കെ മാക്സിമം നമുക്ക് കുറയ്ക്കാനൊക്കെ പറ്റുന്ന ഒരു മോയ്സ്ചറൈസർ. അത് ഹോം മെയ്ഡായിട്ട് ഒരു കെമിക്കലും ഇല്ലാതെ നമുക്ക് തയ്യാറാക്കാം. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാനി ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ഹോം മെയ്ഡ് മോയ്സ്ചറൈസറാണ്. ഇത് നമുക്ക് ബോഡിയിലും എല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. മുമ്പത്തെ കാലത്തൊക്കെ നമുക്കറിയാം മോയ്സ്ചറൈസറിൻ്റെ ഒരു ഇതൊന്നും അറിയത്തില്ലെങ്കിലും മിക്ക ആൾക്കാരും ഓയിലൊക്കെ ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്ത് അരമണിക്കൂറൊക്കെ ഇരുന്ന് എന്നിട്ടൊക്കെ കുളിക്കുന്ന ശീലമൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മളതെല്ലാം കുറഞ്ഞ് വരുന്ന ഒരു കാലമാണ് അല്ലേ. എപ്പോഴും മനസ്സിലാക്കുക, നമ്മളുടെ സ്കിന്ന്, അതായത് നമ്മുടെ ഫേസ് ആണെങ്കിലും ശരി, ബോഡി ആണെങ്കിലും ശരി, എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കണം എന്നുള്ളത് നമ്മളെല്ലാവരും തന്നെ മറന്നു പോകുന്ന ഒരു കാര്യമാണ്. അതിന് ഫസ്റ്റ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇന്നർ മോയ്സ്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എത്രത്തോളം വെള്ളം കുടിക്കാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം വെള്ളം കുടിക്കുക. നമ്മൾ ഏജ് കൂടുന്നതിനനുസരിച്ച് ഇപ്പോൾ ഒരു 40 വയസ്സ് കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഹൈഡ്രേഷൻ, അതായത് കുറഞ്ഞു വരും നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം സ്കിന്നിനെ. അപ്പോഴാണ് നമുക്ക് സ്കിന്നിന് യഥാർത്ഥത്തിൽ നല്ലൊരു ഗ്ലോ കിട്ടുന്നത്. അപ്പോൾ ആദ്യം ഇന്നർ മോയ്സ്ചറാണ് നമുക്ക് വേണ്ടത്. അതിനായിട്ട് നമ്മൾ നല്ലതുപോലെ വെള്ളം കുടിക്കുക എന്നുള്ളത് എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതും പ്രായം കൂടുന്നതിനനുസരിച്ച് വെള്ളം കൂടി കുറച്ച് കൂടുതൽ എടുക്കുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. നമുക്ക് എന്താ പറയുക, നമ്മളെപ്പോഴും പുറത്ത് അപ്ലൈ ചെയ്യുന്നതിനോട് മാത്രമേ ഉള്ളൂ നമ്മളെപ്പോഴും ചിന്തിക്കുന്നത്, ഞാൻ ഇന്ന പ്രോഡക്റ്റ് അപ്ലൈ ചെയ്തു, ഇന്ന കാര്യങ്ങൾ ചെയ്തു. അതിൽ കാര്യമൊന്നുമില്ല. ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ പുറത്ത് മാത്രമല്ല നമ്മൾ അകത്തും നമ്മൾ എങ്ങനെയാണോ നോക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മളുടെ റിസൾട്ട് എന്നുള്ളത്. നമ്മളൊരു 40+ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ നിങ്ങൾ ഡയറ്റ് കറക്റ്റ് ചെയ്യുക. അതായത് കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡുകളൊക്കെ മാക്സിമം എടുക്കുക. കാരണം നമ്മുടെ സ്കിന്നിനും ഹെയറിനും സൗന്ദര്യം എന്ന് പറയുന്നത് നമുക്ക് പ്രോട്ടീനാണ്. സോ പ്രോട്ടീൻ കറക്റ്റായിട്ടുണ്ടെങ്കിൽ കൊളോജൻ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് ചുളിവോ കാര്യങ്ങളോ ഒന്നും തന്നെ വരത്തില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലാതെ നമ്മളെടുക്കുന്ന പ്രൊഡക്റ്റുകൾ മാത്രമല്ല, നമ്മളെപ്പോഴും അത് ശ്രദ്ധിക്കണം. ഒരു 40 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു ഡയറ്റ് നമ്മൾ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ഇന്ന് നോക്കാം എങ്ങനെയാണ് ഈ ഒരു എന്താ പറയുക, ഇത്രയും ബേബി സോഫ്റ്റ് ആയിട്ടുള്ള സ്കിൻ കിട്ടാനായിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കുക എന്നുള്ളത്. നല്ല റിസൾട്ടാണ് കേട്ടോ ഇത്. ഞാനത് പറയുന്നത് ഇപ്പോൾ ഒരുപാട് പേര് കുഞ്ഞുങ്ങൾക്കൊക്കെ ചെയ്യാമോ എന്ന് പറയും. പിള്ളേർക്കാണെങ്കിലും ഒരുപാട് ചെറിയ കുട്ടികൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. പാരൻസിൻ്റെ ഒരു കൺസേൺ ആണ് കുഞ്ഞുനാളിൽ തന്നെ പിള്ളേരെയൊക്കെ ഒന്ന് റെഡിയാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് 7-8 അങ്ങനെയൊന്നും ചെയ്യേണ്ട. സ്കിൻ ഇച്ചിരി മെച്ചോർഡായതിനു ശേഷം നിങ്ങൾ എന്തും ചെയ്താൽ മതി കേട്ടോ. ഞാൻ അല്ലാതെ ഒരാൾക്കും ഞാൻ സജസ്റ്റ് ചെയ്യില്ല നിങ്ങൾ ഈ 10 വയസ്സ് തൊട്ട് പിള്ളേരെ അത് ചെയ്യിപ്പിക്കും ഇത് ചെയ്യിപ്പിക്കും. ആ സമയത്തൊക്കെ നമ്മൾ അത്രയും മൈൽഡ് പ്രൊഡക്റ്റുകളൊക്കെ അപ്ലൈ ചെയ്ത് ബേബി പ്രൊഡക്റ്റുകൾ മാത്രം കൊടുത്തു പോവുക. ഒരു 16 വയസ്സിന് ശേഷം സ്കിൻ മെച്ചോർഡായി എന്ന് തോന്നി കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും. പിള്ളേരെ കാണുമ്പോൾ ചിലപ്പോൾ പെൺകുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ ഏജ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും സ്കിൻ മെച്ചോർഡ് ആവണമെന്നില്ല. അപ്പോൾ ബേബി സ്കിന്നാണോ എന്ന് ആദ്യം നോക്കണം. ബേബി സ്കിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നും തന്നെ ഇതുപോലത്തെ പ്രൊഡക്റ്റോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈവൻ നാച്ചുറലായിട്ടുള്ള പാക്കുകൾ പോലും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ സ്കിന്നിന് ആ ഒരു ടെക്സ്ചറിൽ മാറ്റം വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഇതുപോലെ വീട്ടിലാണെങ്കിൽ ഹോം മെയ്ഡ് ആയിട്ടുള്ള പാക്കുകളാണെങ്കിൽ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം നമ്മളത് ചെയ്യാനായിട്ട്. നമ്മൾ വിചാരിക്കും ഇത് ഹോം മെയ്ഡാണ്, കുഴപ്പമൊന്നുമില്ല, എന്നാലും കൊടുക്കരുത്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒരു അടിപൊളി മോയ്സ്ചറൈസർ ഈവൺ നമുക്ക് ഫേസിന് മാത്രമല്ല ബോഡിക്കും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. തണുപ്പ് സമയത്തൊക്കെ വരുമ്പോൾ കൈകാലൊക്കെ ഇങ്ങനെ ഒരുമാതിരി മുരിഞ്ഞൊക്കെ ഇരിക്കുമല്ലോ, അവർക്കൊക്കെ നല്ല ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു മോയ്സ്ചറൈസറും കൂടിയാണ്. അതിനായിട്ട് നമുക്കിവിടെ വേണ്ടതെന്ന് വെച്ചാൽ 4 സ്പൂൺ അലോവേറ എടുക്കുക. ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് 4 സ്പൂൺ അലോവേറ മേടിക്കുമ്പോൾ ഞാൻ വീണ്ടും പറയാണ്, ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. ഒരു കാരണവശാലും ഗ്രീൻ കളറോ വേറെ എന്തെങ്കിലും കളർ ആഡ് ചെയ്തിട്ടുള്ളതോ ആയിട്ടുള്ള അലോവേറ മേടിക്കാനേ പാടില്ല. വൈറ്റ് ആയിരിക്കണം കേട്ടോ കളർ. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അലോവേറ എടുക്കുക, അതിലേക്ക് നമ്മൾ 2 സ്പൂൺ നമ്മൾ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുക. വെജിറ്റബിൾ ഗ്ലിസറിൻ, അതായത് നാച്ചുറൽ ഗ്ലിസറിൻ നമുക്കിപ്പോൾ ഷോപ്പിലെല്ലാം തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ അത് നമ്മൾ 2 സ്പൂൺ അല്ല, 1 ടീസ്പൂൺ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതെല്ലാം ഓരോന്നും ചെയ്യുമ്പോഴും നല്ലതുപോലെ മിക്സ് ചെയ്യണേ. അതിലേക്ക് നമ്മൾ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എടുക്കുക. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ 2 എണ്ണം എടുക്കുക കേട്ടോ. 2 ക്യാപ്സ്യൂൾ നന്നായിട്ട് പൊട്ടിച്ച് നമുക്ക് ഇതിനകത്ത് ഒഴിക്കുക. അപ്പോൾ അതും എല്ലാവർക്കും അറിയാം,
ക്യാപ്സ്യൂൾ നമുക്ക് വീട്ടിൽ തന്നെ ഷോപ്പുകളിലെല്ലാം മെഡിക്കൽ സ്റ്റോറിലും എല്ലാം അവിടെയും കിട്ടുന്നതാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതിലേക്ക് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓയിലാണ് വേണ്ടത്. ഏത് ഓയിൽ വേണം? നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് ബദാം ഓയിൽ എടുക്കാം, അല്ലെങ്കിൽ ഒലിവ് ഓയിൽ എടുക്കുക, ജോജോബോ ഓയിൽ, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഓയിലായിരിക്കണം നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. ഇത് മൂന്നിൽ കോക്കനട്ട് ഓയിൽ എടുക്കണ്ട, ബാക്കിയുള്ള ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. ഒലിവ് എടുക്കുക, ഒലിവ് ഓയിൽ എടുക്കുക, അല്ലെങ്കിൽ ബദാം ഓയിൽ, ആൽമണ്ട് എടുക്കുക കേട്ടോ, ആൽമണ്ട് ഓയിൽ എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ജോജോബോ ഓയിൽ, ഇതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അത് നമുക്ക് 2 ടീസ്പൂണാണ് വേണ്ടത് കേട്ടോ. എന്നതിന് ശേഷം നമ്മളിത് നല്ല രീതിയിൽ ഇതെല്ലാം കൂടി, ക്വാണ്ടിറ്റി നിങ്ങൾക്ക് കൂടുതൽ എടുക്കണമെങ്കിൽ ഇതിൻ്റെ ഈ അളവ് വെച്ചിട്ട് ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കാം. നമുക്കിത് ഇത്രയും ചെയ്ത് വെച്ചാൽ മതി, കുറച്ച് നാളത്തേക്ക് വരും. ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ ഫേസ് നന്നായിട്ട് ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മളിത് മോയ്സ്ചറൈസറായിട്ട് അപ്ലൈ ചെയ്ത് വരുവാണെങ്കിൽ, ഭയങ്കര ഡ്രൈ ആണ് സ്കിന്നിൽ ഇരിക്കട്ടെ, അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇത് അപ്ലൈ ചെയ്ത് വരുവാണെങ്കിൽ നല്ല റിസൾട്ടായിരിക്കും. ഈവൻ നമുക്ക് ബോഡിക്കും നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. പക്ഷേ ഇതെല്ലാം ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾക്കൊരു പ്രോപ്പറായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു സ്കിൻ കെയർ റൊട്ടീനോ സ്കിൻ കെയറിൻ്റെ കാര്യങ്ങളോ ഒന്നും തന്നെ അറിയുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. കറക്റ്റായിട്ട് ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസർ, ഇതെല്ലാം നമുക്കൊരു ഭാഗത്ത് വേണം. അതിൻ്റെ കൂടെ നമുക്കിതെല്ലാം എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഇത് എന്ന് വെച്ചാൽ നമ്മൾ സ്കിൻ ഓവർ ഡ്രൈ ആയിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഹോം മെയ്ഡായിട്ട് ഇതുപോലത്തെ മോയ്സ്ചറൈസർ ഉണ്ടാക്കിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്തു, ഈവൻ ബോഡിക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ എന്ന് വെച്ച് നമുക്ക് ഇത് മാത്രമല്ല നമ്മളുടെ സ്കിന്നിന് വേണ്ടത്. സ്കിന്നിന് കറക്റ്റായിട്ടുള്ള ഒരു റൊട്ടീൻ വേണം. നന്നായിട്ട് കറക്റ്റായിട്ട് നമ്മൾ സ്കിൻ മനസ്സിലാക്കിക്കൊണ്ട് ക്ലെൻസ് ചെയ്യുക, ടോണർ യൂസ് ചെയ്യുക, മോയ്സ്ചറൈസർ ചെയ്യുക, സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക, നൈറ്റ് കെയർ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ കറക്റ്റ് ആകുമ്പോഴാണ് നമ്മൾ സ്കിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യുന്നത്. പക്ഷേ ഒരുപാട് ആൾക്കാർക്ക് എന്താണ് സ്കിൻ കെയർ എന്നോ അവരവരുടെ സ്കിന്നിനെ മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യണമെന്നോ അറിയാത്ത ഒത്തിരി പേരുണ്ട്. ഒരുപാട് പേരുടെ സ്കിൻ നോക്കിക്കഴിഞ്ഞാൽ പിഗ്മെൻറ്റേഷൻ, ടാൻ, അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് നമുക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് അതെല്ലാം മാറ്റം വരുത്താനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പ്രോപ്പർ റൊട്ടീനാണ്. ഇനി നിങ്ങൾക്കത് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്തൊരു 3 മാസത്തെ നമ്മുടെ പേഴ്സണൽ ഗൈഡൻസിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. നിങ്ങളുടെ സ്കിന്നിൻ്റെ എന്ത് പ്രശ്നമാണെങ്കിലും അതിന് സൊല്യൂഷൻ ഉണ്ടാവും. ഡ്രൈനെസ് ആയിക്കോട്ടെ, പിഗ്മെൻറ്റേഷൻ ആയിക്കോട്ടെ, ടാൻ ആയിക്കോട്ടെ, ആഗ്നേ മാർക്സ് ആയിക്കോട്ടെ, അൺഈവൺ ആയിക്കോട്ടെ, ടാൻ ആയിക്കോട്ടെ, ഇതെല്ലാം മാറ്റി ഒരു ക്ലിയർ സ്കിൻ കൊണ്ടുവരാൻ നമുക്ക് പറ്റും. ഇവിടെ വൈറ്റനിങ് ട്രീറ്റ്മെൻറ്റ് ഇല്ല, ഒരു പെട്ടെന്ന് വെളുക്കാനുള്ള ക്രീമോ കാര്യങ്ങളോ ഹാർഷായിട്ടുള്ള കെമിക്കലോ ഇതൊന്നും ഞാൻ തരത്തില്ല. 3 മാസം ഞാൻ നിങ്ങളെ എന്താണ് സ്കിൻ കെയർ എന്നുള്ളതും എങ്ങനെ ചെയ്യണം എന്നുള്ളത്, ഏത് പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളതും നമ്മൾ വീഡിയോ കോൾ വഴി കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് കറക്റ്റായിട്ട് കൺസൾട്ട് ചെയ്ത് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഞാൻ പറഞ്ഞുതരും. അത് നിങ്ങളെ കൊണ്ട് മേടിച്ച് നിങ്ങൾ ചെയ്യിപ്പിക്കും. കൂടെ ഞാൻ എല്ലാ ദിവസവും ഞാൻ അപ്ഡേഷൻ എടുക്കും. പിന്നെ ഒരുപാട് പേര് എന്നോട് ചോദിച്ചു 3 മാസത്തെ ഈ പേഴ്സണൽ ഗൈഡൻസിൽ ഒരുപാട് സമയം മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്, ഇത് ക്ലാസ് ആണോ എന്ന്. ആക്ച്വലി ഇത് ക്ലാസ് ഒന്നും അല്ല കേട്ടോ, ഇതൊരു റൊട്ടീനാണ്. ഇതൊരിക്കലും ക്ലാസ് അല്ല, നമ്മളത് തെറ്റിദ്ധരിക്കരുത്. നമ്മൾ അതിനു വേണ്ടി സമയമോ കാര്യങ്ങളോ ഒന്നും തന്നെ മാറ്റി വയ്ക്കേണ്ടതായിട്ടില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്തു പോയാൽ മതി. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ നിങ്ങളുടെ സ്കിന്നുള്ള എന്ത് പ്രശ്നത്തിനും പരിഹാരം വേണം, നിങ്ങൾക്കും ക്ലിയർ സ്കിൻ കിട്ടണം എന്ന് ആഗ്രഹിക്കുവാണ്, പ്രോപ്പറായിട്ടുള്ള ഒരു സ്കിൻ കെയർ വേണം. അത് ഏത് പ്രായത്തിലാണെങ്കിലും ശരി കേട്ടോ, 40 വയസ്സോ 50 വയസ്സോ 60 എന്തോ ആയിക്കോട്ടെ, എന്ത് പ്രശ്നമാണെങ്കിലും അതിന് സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിൽ ഉണ്ടാകും, അതിൽ മെസ്സേജ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കും നമ്മളുടെ പേഴ്സണൽ ഗൈഡൻസിൽ ജോയിൻ ചെയ്ത് 3 മാസം കൊണ്ട് റിസൾട്ട് എടുക്കുക. 100% ഗ്യാരൻറ്റി. ഞാനൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് ഇത്രയും ചലഞ്ച് ചെയ്യുന്നത്, അത്രയും കോൺഫിഡൻസോട് കൂടിയിട്ടാണ് പറയുന്നത്. തീർത്തും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ മോയ്സ്ചറൈസർ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് എന്നെ അപ്ഡേറ്റ് ചെയ്യണം. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കൂ, എന്തായാലും അത്രയും റിസൾട്ട് തന്നെയാണ്. ബേബി സോഫ്റ്റ് ആവും നമ്മുടെ സ്കിന്ന്. ഇത് ട്രൈ ചെയ്തോളൂ, അതിൻ്റെ കൂടെ സ്കിൻ കെയറും ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അതുപോലെ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, താങ്ക് യു.